KBS House പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രസാദ്. നമ്മളിൽ ഭൂരിഭാഗം പേർക്കും ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ച് നല്ല ബോധ്യമാണ്. ഒരു ഫിസിക്കൽ ഹെൽത്തിൻ്റെ ആവശ്യകത എന്താണ്, അതിന് വേണ്ട റൂട്ടീൻ എന്താണ്, അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഇതിനെക്കുറിച്ചൊരു അടിസ്ഥാന ധാരണയെങ്കിലും നമ്മളിൽ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് പലപ്പോഴും ആളുകൾക്ക് വലിയ ധാരണയില്ല, അഥവാ ആളുകൾ അതിനെ സീരിയസ് ആയിട്ട് കാണുന്നില്ല എന്നാണ് എൻ്റെ ഒരു അനുഭവം. ഒരു ബേസിക് മെൻ്റൽ ഹെൽത്ത് റൂട്ടീൻ്റെ ഒരു ഫോർമാറ്റ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തേത് സൈലൻസിന് സമയം കണ്ടെത്തുക എന്നതാണ്. ഒരു 10 മിനിറ്റെങ്കിലും പൂർണ്ണമായ നിശബ്ദതയിൽ ചിലവഴിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ സ്ക്രീനുകളെല്ലാം ഒഴിവാക്കേണ്ടതാണ്. TV, മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ പോലെയുള്ള സ്ക്രീനുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. പാട്ട് കേൾക്കാൻ പാടില്ല. അങ്ങനത്തെ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന എല്ലാ ശബ്ദങ്ങളെയും ഒഴിവാക്കുക. പരിപൂർണമായ നിശബ്ദതയിൽ ഇരിക്കാൻ സാധിച്ചാൽ അത്രയും നല്ല. 10 മിനിറ്റെങ്കിലും ഇത്തരം നിശബ്ദതയിൽ ഇരിക്കാൻ ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ ഇമോഷണൽ വെൽബീയിങ്, നമ്മുടെ വൈകാരികമായിട്ടുള്ള വെൽബീയിങ്ങിന് വളരെ നല്ലതാണ്. അടുത്തത് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. മെഡിറ്റേഷനും ഒരു 10 മിനിറ്റ് നേരം ഒരു ദിവസത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ എഫക്റ്റീവാണ്. പല രീതിയിൽ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കും. ഈ മെഡിറ്റേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പ്രെയറുകൾ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമ്മുടെ സ്പിരിച്വൽ വെൽബീയിങ്ങിനെ സഹായിക്കുന്ന രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ ഒരു ദിവസം 10 മിനിറ്റെങ്കിലും ചെയ്യുക. മൂന്നാമത്തേതായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് വീക്ക്ലി വൺസ്, ആഴ്ചയിൽ ഒരിക്കൽ ടെക്നോളജിയിൽ നിന്നും ഒരു 12 മണിക്കൂറെങ്കിലും വിട്ടു നിൽക്കുക. നമ്മുടെ ടെക്നോളജി ആബ്സ്റ്റിനൻസ് എന്ന് പറയും. വേറൊരു രീതിയിൽ കൂടി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഡോപ്പാമിൻ ഡീടോക്സ് എന്ന രീതിയിൽ കൂടെ നമ്മളിതിനെ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു ആഴ്ചയിലെ ഒരു ദിവസത്തിൽ 12 മണിക്കൂർ നേരം, ഒരു എക്സാമ്പിൾ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ, രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 9 മണി വരെ, ആ ഒരു സമയത്ത് ഫുള്ളി ടെക്നോളജി ഡിജിറ്റലായിട്ടുള്ള എല്ലാ ഡിവൈസുകളെയും ഒഴിവാക്കി ഒരു ദിവസം ചിലവഴിക്കുക. നമ്മുടെ തലച്ചോറിന് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ്. ആഴ്ചയിൽ ഒരിക്കൽ ചലഞ്ചിങ് ആയിട്ടുള്ള ഗെയിമുകളും ചലഞ്ചിങ് ആയിട്ടുള്ള പസിൽസും സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും നല്ല ഒരു മെത്തേഡാണ് ബോർഡ് ഗെയിമുകൾ കളിക്കുക. പ്രധാനപ്പെട്ട വളരെ പോപ്പുലറായ ഒരു ബോർഡ് ഗെയിമാണ് ചെസ് എന്ന് പറയുന്നത്. ഇത്തരം ഗെയിമുകൾ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ജസ്റ്റ് ഒരു ത്രില്ലിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി കളിക്കുന്നതിനേക്കാളേറെ ചലഞ്ചിങ് ആയിട്ടുള്ള, നമുക്ക് ബുദ്ധി ഉപയോഗിക്കേണ്ട രീതിയിലുള്ള ഗെയിമുകൾ കളിക്കുന്നത് കുറച്ചുകൂടി ഇഫക്റ്റീവാണ്. ഇനി അടുത്തത് പസിലുകൾ സോൾവ് ചെയ്യാവുന്നതാണ്. സുഡോക്കു പോലെയുള്ള പസിലുകൾ, അതുപോലെ തന്നെ പദപ്രശ്നം പോലെയുള്ള പസിലുകൾ. ഇത്തരം രീതിയിലുള്ള പസിൽസ് സോൾവ് ചെയ്യുന്നത് നമ്മുടെ പ്രോബ്ലം സോൾവിങ് സ്കില്ല് കൂട്ടാൻ വളരെ നല്ലതാണ്. ആഴ്ചയിൽ ഒരു ദിവസം ഇത്തരം പസിലുകളും സ്ട്രാറ്റജിക് ഗെയിമുകളിലേക്കും ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് 3 മാസത്തിലൊരിക്കൽ ഒരു പുതിയ എക്സ്പീരിയൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു കാര്യം ചെയ്ത് നോക്കുക. ഇതുവരെ കാണാത്ത ഒരു സ്ഥലത്തേക്ക് ഒരു യാത്ര പോവുക, പുതിയൊരു പ്രോഡക്റ്റ് വാങ്ങി നോക്കുക. ഇങ്ങനെ രീതിയിൽ നമുക്ക് ഇതുവരെ ഇല്ലാത്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കുക. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പുതിയൊരു കാര്യത്തെ എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് മാത്രമാണ്. നമ്മൾ നിൽക്കുന്ന ആ ഒരു റൂട്ടീനെ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യുക, അത്ര മാത്രമേ നമ്മളോട് ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം റൂട്ടീൻസ് തുടർച്ചയായിട്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് കംഫർട്ട് സോൺ എന്ന് പറയുന്ന ഒരു അവസ്ഥ വരും. ആ കംഫർട്ട് സോണിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് പുതിയൊരു എക്സ്പീരിയൻസിലേക്ക് പോയി നോക്കാൻ പറയുന്നത്. ഇനി അവസാനമായിട്ട് നമുക്ക് ഉൾപ്പെടുത്താവുന്ന ടാസ്ക് എന്ന് പറയുന്നത് കൊല്ലത്തിൽ ഒരു തവണ പുതിയ ഒരു സ്കില്ല് പഠിക്കുക എന്നുള്ളതാണ്. ഓരോ കൊല്ലം എടുത്ത് നോക്കുമ്പോൾ നമുക്ക് പുതിയൊരു സ്കില്ല് നമ്മൾ പഠിച്ചിട്ടുണ്ടാക്കണം എന്ന രീതിയിൽ ഒരു 10 കൊല്ലം നമ്മൾ മുന്നോട്ട് പോയാൽ ഇതുവരെ ഇല്ലാത്ത 10 സ്കില്ലുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മുടെ തലച്ചോറിൻ്റെ ഡെവലപ്മെൻറ്റിനും നമ്മുടെ തലച്ചോറിൻ്റെ ഫ്ലെക്സിബിലിറ്റിക്കും പുതിയ സ്കില്ലുകൾ പഠിച്ചെടുക്കുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ബൂസ്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ ഡിസിപ്ലിൻ വർദ്ധിക്കാനും നമ്മുടെ ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാകാനും നമ്മുടെ വെൽബീയിങ്ങിനും വളരെ എഫക്റ്റീവായിട്ടുള്ള കാര്യമാണ്. എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.